ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ മിണ്ടാൻ പോണ എന്തിനെ പറ്റിയാന്ന് വെച്ചാൽ, ഞാനും നിങ്ങളും എല്ലാവരും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടുകൊണ്ടിരുന്ന ഒരു ഐറ്റത്തിനെ പറ്റിയാണ്. ഇൻറ്റേൺഷിപ്പ്. നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്താലോ? അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണെങ്കിൽ ഏത് ഇൻറ്റേൺഷിപ്പ് ചെയ്യും? ഈ ഇൻറ്റേൺഷിപ്പ് എന്താ സംഭവം? അല്ലെങ്കിൽ പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള കാര്യമുണ്ടോ? അതൊക്കെ ചുമ്മാ ഒരു തട്ടിക്കൂട്ടല്ലേ? അതിലും ഭേദം ചുമ്മാ വല്ലതും ഇരുന്ന് പഠിച്ച് വല്ല മാർക്ക് കിട്ടണല്ലേ? അതിൻ്റെ ഒരു ആൻസർ കൊണ്ടുവരാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും നാൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ സീനിയർ മെമ്പേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ച് ഞാൻ ഇൻറ്റേൺഷിപ്പിനെ പറ്റി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, എൻ്റെ മനസ്സിലുള്ള ഉത്തരം ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കാം. പക്ഷെ ഡയറക്റ്റ് പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും നിങ്ങളും ആ സിനാറിയോയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഹിയർസ് ദ സിനാറിയോ. നിങ്ങൾ ഒരു കമ്പനി തുടങ്ങിയെന്ന് ഓർക്ക്. ഫ്യൂച്ചറിൽ നിങ്ങളൊരു അടിപൊളി കമ്പനി തുടങ്ങി. അപ്പോൾ കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ആൾക്കാരെ ഹയർ ചെയ്യണം. അപ്പോൾ നിങ്ങളാണ് ആൾക്കാരെ ഹയർ ചെയ്യണത്. സോ യു ഹാവ് എൻ ഓപ്പൺ പൊസിഷൻ ഫോർ ഡേറ്റ എഞ്ചിനീയർ ആണെന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് യു ഹാവ് എൻ ഓപ്പൺ പൊസിഷൻ ഫോർ എ ഡേറ്റ എഞ്ചിനീയറിംഗ് റോൾ. എന്നിട്ട് നിങ്ങൾ ആ പൊസിഷൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ 2 പേര് അപ്ലൈ ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് 2 പേര് വന്നു. ഒരാളെന്ന് വെച്ചാൽ ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ്. അയാളുടെ സി വിൻ്റെ അകത്ത് ഈ സ്ഥലത്തു നിന്ന് പഠിച്ചിറങ്ങി, ഇത്രയും CGPA ഉണ്ട്, ഇത്രയും പ്രൊജക്റ്റുകളാണ് ചെയ്തതെന്നും പറഞ്ഞ ഒരു ഗ്രാജുവേറ്റ് റെസ്യൂമെ, എല്ലാവരും ഇടണേക്കൂട്ടൊരു റെസ്യൂമെ അയാൾ നിങ്ങൾക്ക് തന്നു. രണ്ടാമത്തെ ആളുടെ റെസ്യൂമെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആദ്യത്തെ ആളുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൻ്റെ ഒപ്പം വേറെ ഒരു ചെറിയ എക്സ്പീരിയൻസും കൂടെ എഴുതിയേക്കുക. നിങ്ങൾ ഓഫർ ചെയ്യണ റോളിൽ തന്നെ അയാൾക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്നും കൂടെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെ ചൂസ് ചെയ്യും? അത് തന്നെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ രണ്ടാമത്തെ ആളെ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. ലോജിക്കലി സ്പീക്കിംഗ്, നിങ്ങളൊരു ഓപ്പൺ പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോണ രണ്ടാമത്തെ ആൾക്കായിരിക്കും. അതിൻ്റെ ഉത്തരമാണ് ഇൻറ്റേൺഷിപ്പ് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന്. ദാറ്റ് ഈസ് യെസ്. ഇൻ ഷോർട്ട് ആൻസർ, ഇൻറ്റേൺഷിപ്സ് ആർ യൂസ്ഫുൾ. അതിനെപ്പറ്റി നമുക്കിനി ഇൻഡെപ്തിലേക്ക് പോകാം. നമ്മൾ ഈ കേരളത്തിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി ഹയർ ചെയ്യാൻ വരുവാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പേടി നമ്മൾ സ്കിൽഡ് ആണോ എന്നാണ്. കാരണം കേരളത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിയറിറ്റിക്കലി ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മളെല്ലാ പേപ്പറുകളും എഴുതിയെടുക്കും. നമ്മൾ സപ്ലൈ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് എഴുതിയെടുക്കും ഒരു പോയിന്റിൽ. അപ്പം നമുക്ക് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ നോളജ് ഉണ്ടോ? നമ്മൾ ഇൻഡസ്ട്രി റെഡിയാണോ? ഇൻഡസ്ട്രി റെഡി എന്ന് വെച്ചാൽ ഒരു ജോലി ഓഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അതിൽ സ്കിൽഡ് ആണോ എന്നുള്ളൊരു സംഭവമാണ് ഇൻഡസ്ട്രി റെഡി. അപ്പോൾ ഒരു കമ്പനി ഒരു ഓപ്പൺ പൊസിഷൻ ഓഫർ ചെയ്യുമ്പോൾ എപ്പോഴും ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെയോട്ട് ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇൻറ്റേൺഷിപ്പ്. ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രാധാന്യം എവിടെ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത് കാണിച്ചു തരുവാണ്, നിങ്ങളുടെ CV-ൻ്റെ അകത്ത് കാണിക്കുവാണ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി അത് ഒരവസരം തരുവാണ് സ്കിൽഡ് ആവാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീൽഡിൽ കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ എടുത്തു വെക്കും. ഒരവസരം വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ പിന്നെ ഒരു ജോലി വരുമ്പോൾ കൂടുതൽ ആപ്റ്റായിട്ട് നിങ്ങളെ തോന്നിപ്പിക്കും. അതാണ് ഇൻറ്റേൺഷിപ്പ്. ഇൻറ്റേൺഷിപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് നിങ്ങൾക്ക് ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആ ഒരു ഓപ്പൺ പൊസിഷനിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ഫീൽഡ് ഓഫ് വർക്ക് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് റൺ ചെയ്യാൻ പോകണമെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് പോയിൻ്റാണ്. കാരണം നമ്മളാരും നമുക്ക് താല്പര്യമുള്ള ഫീൽഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല നമുക്കൊരു ജോലി കയറുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഒരു അവസരം കൂടി ഇൻറ്റേൺഷിപ്പ് വരും. ഇപ്പോൾ നിങ്ങൾ നോക്കി വെക്കുന്ന ഒരു ഫീൽഡ് ഓഫ് വർക്കിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ നോക്കി വെക്കണേ അല്ലെങ്കിൽ പിന്നെ എൻ്റെ കരിയറായിട്ട് ഞാൻ കാണുന്ന ഈ ഒരു ഫീൽഡ് എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് വർക്ക് ഫ്ലോ എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ നടക്കണേ, എന്നെക്കൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണോ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഏറെക്കുറെ. അത് ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് പോയിൻ്റാണ്. കാരണം അങ്ങനെ ആൾക്കാർ ഒരിക്കലും ചിന്തിക്കാറില്ല. ജസ്റ്റ് ഇൻറ്റേൺഷിപ്പ് കിട്ടി ജോലിക്ക് പോകുന്ന ഒരു സംഭവമാണ് നോക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡിലേക്ക് തിരിയാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് വഴി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി ഇൻറ്റേൺഷിപ്പിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ കാലത്ത് ഭയങ്കര ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്.
ഭാഗ്യവശാൽ ഞാനൊക്കെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയത് എനിക്ക് ജോലി കിട്ടി. പ്ലേസ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയത് എനിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് എനിക്കെൻ്റെ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല. കുറേ കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നേരെ തന്നെ പഠിത്തം കഴിയണത് ജോലിക്ക് കയറാനുള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊരു പീരീഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു പരിപാടി ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ 3 to 6 മന്ത് എന്നുള്ളൊരു പീരീഡും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വരും. ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കാഡമിക്കലി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്കാണുള്ളൊരു സംഭവമാണ്. നമുക്ക് ആ ടൈമിൽ നമ്മൾ ഒക്യുപ്പൈഡ് ആണെന്ന് നമുക്ക് കമ്പനികളെ കാണിക്കാനൊന്നും ഇല്ലെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് ക്വസ്റ്റനിങ് അസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര നാൾ എന്താണൊന്നും ചെയ്യാണ്ടിരുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ഗ്യാപ്പ് ഇല്ലാത്ത ആൾക്കാരെയാണ് വേണ്ടതെന്നുള്ളൊരു രീതിയിലേക്ക് ഡിമാൻഡ് വെക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവസരങ്ങൾ കിട്ടണതും കുറയും. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഫില്ല് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റും കൂടെയാണ് ഇൻറ്റേൺഷിപ്പ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലെ ജോലി കിട്ടിയിട്ടില്ല പഠിച്ചിറങ്ങണ പോയിന്റിൽ തന്നെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പോണ ജോലിയുള്ള എക്സ്പീരിയൻസും കിട്ടും, പിന്നെ ഗ്യാപ്പും ഫില്ലാവും. അത് ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് പോയിന്റാണ്. കാരണം ഈ ഗ്യാപ്പ് കാരണം ഹയർ ചെയ്യാത്ത കുറേ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് വരുത്താണ്ടിരിക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഓരോ പേഴ്സണൽ റീസണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം. അതിൽ പ്രൊഫഷണൽ രീതിയിൽ ചിന്തിക്കണതിൽ ഒരു അർത്ഥമില്ല. പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ വന്നെങ്കിൽ ദാറ്റ്സ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ നിങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾ 3-6 മാസം കൊണ്ട് തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടൊരു വിളിയും വന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതെല്ലാ കമ്പനികളും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇൻറ്റേൺഷിപ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും കൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ഇൻറ്റേൺഷിപ്പിനെ പറ്റി പറയുമ്പോൾ വേറെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻറ്റേൺഷിപ്പുകളും ഒന്നും നമുക്ക് പെയ്ഡായിട്ട് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ എൻ്റെ അറിവ് വെച്ച് നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ അധികം കമ്പനികൾ നമുക്ക് ഇൻറ്റേൺഷിപ്പിന് പേയ്മെൻറ്റ് തരത്തില്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ലെറ്ററാണ് തരത്തുള്ളൂ. പക്ഷേ ചില കമ്പനികളുണ്ട് നമുക്ക് പേയ്മെൻറ്റും തന്നത് ഡ്യൂറിങ് ഇൻറ്റേൺഷിപ്പ് ടൈം അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് ടൈം. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, വേറെ യു ക്യാൻ ഗ്രോ മോർ. പക്ഷെ അങ്ങനെ ഒരു അവസരം കുറവാണെങ്കിൽ പോലും ആ പൈസ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റേൺഷിപ്പിന് വലിയല്ല. ഞാൻ ഈ പറഞ്ഞ 3 റീസണിൽ വാലിഡിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 റീസൺ സാറ്റിസ്ഫൈ ആവുന്നുള്ളൊരു ക്രൈറ്റീരിയ പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻറ്റേൺഷിപ്പ് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു വേഗ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നെ. പക്ഷേ ഒരിക്കലും ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ കേട്ടുകൊണ്ട് ചാടി കയറി ചെല്ലല്ല. കാരണം ചില കമ്പനികൾ ഹയർ ചെയ്യണ ആൾക്കാരെ മിസ്യൂസ് ചെയ്യാനും ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇറക്കും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പണിയിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നടത്താനും കൂടെ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അങ്ങനത്തെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് കയറുക. പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. പിന്നെ ഇനിയും ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണണമെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് കാണേണ്ടത്, എന്തിനെ പറ്റിയാണ് അറിയേണ്ടതെന്ന്. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്ന വീഡിയോകളിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാമെന്ന് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത്. എന്ന് വെച്ചാൽ ഐ എം ജസ്റ്റ് ആൻ ആവറേജ് പേഴ്സൺ ഹു ഹാസ് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ IT ഇൻഡസ്ട്രി. അതിന് മുന്നേ 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിന് മുന്നേ കേരളത്തിൽ 2 വർഷം +1 +2 പഠിച്ചു. അതിന് മുന്നേ NRI ആയിട്ട് 10ാം ക്ലാസ് വരെ കുവൈറ്റിൽ പഠിച്ചു. അപ്പോൾ എനിക്കുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ഞാൻ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് ഈസിയർ ആവും എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. ഞാൻ പേഴ്സണലി അതിനെ വിളിക്കുന്ന ലൈഫ് POV എന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസുകൾ ഞാൻ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് കൂടുതൽ എളുപ്പമാക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഫ് യു ലൈക്ക് കണ്ടന്റ് ലൈക്ക് ദിസ് ഓഫ് ഗ്രോത്ത്, you need to subscribe, comment, like and share so that the YouTube algorithm could share to more people. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി വളരാൻ വേണ്ടി. So if you found this useful, do the same and I'll catch you next time. Bye.